ആക്രോശം ശക്തം. രാജി ആവശ്യപ്പെട്ട് VD സതീശനും ചെന്നിത്തലയും. പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങൾ ഗൗരവമുള്ളതെന്ന് കെ മുരളീധരൻ. കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും. രാജി വേണ്ടത് ഒരു വിഭാഗം നേതാക്കൾ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തുടരുന്നു. IPS ഉദ്യോഗസ്ഥരെതിരെ വനിതാ SIമാർ വാട്സാപ്പ് വഴി മോശം സന്ദേശങ്ങൾ അയച്ചെന്ന് പരാതി നൽകിയത് DIG അജിത ബീഗത്തിന്. അന്വേഷണത്തിന് ASP മെറിൻ ജോസഫിനെ ചുമതലപ്പെടുത്തി DGP. കോതമംഗലത്തെ ശാന്തിയെ കൊലപ്പെടുത്തിയത് സുഹൃത്തെന്ന് പോലീസ്. അടിമാലി സ്വദേശി രാജേഷിനായി തെരച്ചിൽ. രാജേഷിന്റെ കാർ കണ്ടെത്തിയതായി സൂചന. ഇരുവരും തമ്മിൽ ഏറെ കാലമായുള്ള സൗഹൃദമെന്ന് പോലീസ്. ശാന്തിയുടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. മൃതദേഹം കണ്ടെത്തിയ സമയം രാജേഷ് സ്ഥലത്തുണ്ടായിരുന്നതായി പോലീസ്. സംസ്ഥാനത്തെ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലായി ആരോഗ്യവകുപ്പ്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് വയനാട് സ്വദേശിക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നത് 7 പേർ. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. കുണ്ടായി എസ്റ്റേറ്റിൽ അഷ്റഫിന്റെ പശുക്കുട്ടിയെ കൊന്നു. ആക്രമണം പുലർച്ചെ. ചേർത്തലയിലെ ആയിഷ തിരോധാന കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. ക്രൈംബ്രാഞ്ചിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൽ. ആയിഷയുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ പങ്ക് വ്യക്തമെന്ന അന്വേഷണ സംഘം. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികളുടെ DNA പരിശോധനാ ഫലം നിർണായകം. ശബരിമല റോപ്വേ പദ്ധതി യാഥാർത്ഥ്യമായേക്കും. അനുകൂല റിപ്പോർട്ട് നൽകി കേന്ദ്ര വനം വന്യജീവി ബോർഡ് പ്രതിനിധികൾ. അടുത്ത ബോർഡ് യോഗം ഒക്ടോബറിൽ.